നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു നട്ട്. ആ നട്ട് മെഷർ ചെയ്യുന്ന ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഇതിൻ്റെ പേര് വെർനിയർ കാലിപ്പർ എന്നാണ്. സോ മെഷർമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവവും നമുക്ക് മെഷർ ചെയ്യാം ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ. ഒരു അബ്സ്ട്രാക്ട് തിങ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മെഷർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിവൈസ് വേണം. അങ്ങനെ നമുക്ക് മെഷർ ചെയ്യുന്ന ഒരു സംഭവം ചിലപ്പോൾ മെഷർ ചെയ്യുന്ന ലെങ്ത് ആയിരിക്കാം, മാസ് ആയിരിക്കാം, അതിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കാം. സോ ദർ ഷുഡ് ബി എ ക്വാണ്ടിറ്റി. പിന്നെ ആ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ നമുക്കൊരു യൂണിറ്റ് വേണം. സോ അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. സോ ഒരു ഡിവൈസ് അത് മെഷർ ചെയ്യണം, എന്താണ് മെഷർ ചെയ്യേണ്ടതെന്ന് അറിയണം, അതിനൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു യൂണിറ്റ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും കുറേ യൂണിറ്റ്സും പിന്നെ മെഷർ ചെയ്യുന്ന ചില ഡിവൈസുകളും എങ്ങനെ മെഷർമെൻ്റ് എടുക്കാം എന്ന ചില പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് വരുന്നതാണ് ഈ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. നമുക്ക് നോക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി, all the quantities in terms of which laws of physics are described, which are measured directly or indirectly. അതായത് ഫിസിക്സിൻ്റെ ലോ എന്താണോ, പലതരത്തിലുണ്ട് ഫിസിക്സിൻ്റെ ലോ. ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷണൽ ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ലോ, കുളോംസ് ലോ, അങ്ങനെ പല പല ലോസ്. ഓരോ സെഗ്മെൻറ്റിലും ഓരോ ലോ ഉണ്ട്. ആ ലോ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലോയ്ക്കൊക്കെ അനുസരിച്ച് ഉള്ള certain quantities. All the quantities in terms which laws of physics are described, that can be measured directly or indirectly. Either നമുക്ക് ഡയറക്ട്ലി മെഷർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇൻഡയറക്ട്ലി മെഷർ ചെയ്യാം. ഡയറക്ട്ലി മെഷർമെൻറ്റ്സ് മീൻസ് എന്താണ്? ഡയറക്ട്ലി മെഷർമെൻറ്റ് മീൻസ് ഇറ്റ് ഈസ് മെഷേർഡ് ബൈ എ ഡിവൈസ് ആണ്, അല്ലേ? ഡയറക്ട്ലി മെഷേർഡ് മീൻസ് ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഡയറക്ട്ലി മെഷർ ചെയ്യുന്നു. ഇനി ഇൻഡയറക്ട് മെഷർമെൻറ്റ് മീൻസ് നമുക്ക് വേറൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ട് ഒരു ഫോർമുല ഉപയോഗിച്ച് ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഇൻഡയറക്ട് മെഷർമെൻറ്റ്. അപ്പം നമുക്ക് ഡയറക്ട്ലി ഒരു സംഭവത്തിനെ മെഷർ ചെയ്യാം, ഇൻഡയറക്ട്ലിയും മെഷർ ചെയ്യാം. അങ്ങനെ ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മാസ്, ലെങ്ത്, ടൈം, സ്പീഡ്, ഫോഴ്സ്, എക്സെട്ര. These type of quantities that can be measured directly or indirectly. അതിൻ്റെ പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, അടുത്ത നോക്കാം. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് ടൈപ്സ് ആണ്. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, രണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് നോക്കുക. The physical quantities which do not depend upon other physical quantities are called fundamental or base physical quantities. കോൺസ്റ്റന്റുകളാണ്. ഫോർ എക്സാമ്പിൾ, mass of the body, that remains as a constant, that never depends upon any other quantity. Length, that ഒരു ബോഡിയുടെ ലെങ്ത്, ഈ ബോഡിയുടെ ലെങ്ത് എന്താണോ ആ ഒരു ലെങ്ത് that never depend upon mass of the body, that never depends upon time, that never depends upon temperature. So mass, length, time, temperature, electric current, luminous intensity and amount of substance. 7 എണ്ണം. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക്കൽ കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇങ്ങനെ 7 എണ്ണം. ഇതിനാണ് ബേസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിൽ പറയും. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റി എന്താണോ ആ ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യില്ല. സോ മാസ് റിമെയിൻസ് ആസ് എ കോൺസ്റ്റന്റ് ദാറ്റ് നെവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം. ഏത് സമയത്ത് നോക്കിയാലും മാസ് എന്താണ്? സെയിം ആണ്. ഏത് സമയത്ത് നോക്കിയാലും ലെങ്ത് എന്താണ്? സെയിം ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നോക്കാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. നിങ്ങൾ പണ്ട് 10th പഠിച്ചിട്ടുണ്ട് സ്പീഡ്. വാട്ട് ഈസ് സ്പീഡ്? സ്പീഡ് ഈസ് distance by time. Speed is distance by time. Okay, so distance is actually length. Length is a physical quantity. Time is also a physical quantity. പക്ഷെ ആ ലെങ്തിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് സ്പീഡ്. സോ സ്പീഡ് ഈസ് നോട്ട് എ fundamental quantity, it is a derived quantity. So speed, acceleration, retardation, velocity, force,
പ്രഷർ, മൊമെന്റം, ഇതെല്ലാം എന്ത് തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ആണ്? ദീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ദീസ് ആർ നോട്ട് ഫണ്ടമെന്റൽ, ദീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണമാണ്. എന്തൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത്രയുമാണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വിച്ച് നെവർ ഡിപ്പെൻഡ് അപ്പോൺ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതാണ് നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളിനി പറയുന്നത് ഫണ്ടമെന്റലും ഡിറൈവ്ഡിനും യൂണിറ്റുകളുണ്ട് അല്ലേ? യൂണിറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. എന്താണ് ഒരു യൂണിറ്റ്? മീൻസ് നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു സംഗതി വേണം. അതിനാണ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് നമുക്ക് നോക്കാം. They are independent of unit of other physical quantities. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വേറൊരു ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റും വേറൊരു ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സിനെ വിളിക്കുന്നതാണ് ഫണ്ടമെന്റൽ ഓർ ബേസ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ വിളിക്കുന്നവരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. So fundamental quantity is exactly related to fundamental units and derived quantity is exactly related to derived units. Okay.